ഓമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ അതിൽ നമ്മൾ സിനിമയുടെ ഒരു ലോകത്ത്, സിനിമയുടെ ഒരു വെള്ളി വെളിച്ചത്തിലേക്ക് എത്തുന്നു. അവിടെ ഉള്ള പരിപാടികൾ കണ്ടുപിടിക്കുന്നു. തീർച്ചയായിട്ടും ഒരു ഫ്രെയിമിനകത്ത് എന്ത് വേണം എന്നുള്ള തീരുമാനങ്ങളാണ് ഒരു കലാസംവിധായകനെ വ്യത്യസ്തനാക്കുന്നത്. കലാഹൃദയമുള്ള, നന്നായി വരയ്ക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, നന്നായിട്ട് മോഡലിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, കലാഹൃദയമുള്ള ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ സിനിമയെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു ത്രിമാന ദൃശ്യമായിരിക്കില്ല സിനിമയ്ക്ക് വേണ്ടത്. സിനിമയ്ക്ക് വേണ്ടത് ആ ഫ്രെയിമിനകത്ത് എങ്ങനെയുണ്ട്, എത്രത്തോളം അതിനകത്ത് നമുക്ക് വിന്യാസം സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റും. ആ ഒരു വ്യത്യാസമാണ് ഒരു കലാസംവിധായകൻ പഠിക്കുന്ന ആദ്യ പാഠങ്ങളിലൊന്ന്. അതിനുള്ളൊരു പാഠശാല എന്നുള്ള രീതിയിൽ ഈ സിനിമ നമുക്ക് എത്രത്തോളം ഉപകരിച്ചു? തീർച്ചയായിട്ടും നമ്മളാദ്യം സത്യത്തിൽ സിനിമ എന്ന് പറയുന്നത് ഒരു ആർട്ട് ഡയറക്ടറെ സംബന്ധിച്ച് എന്താണ് ഒരു ആർട്ട് ഡയറക്ഷൻ എന്ന് പോലും കൃത്യമായിട്ട് നമുക്കറിയണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ പുറത്ത് അല്ലെങ്കിൽ സിനിമയ്ക്ക് പുറത്ത് പറയുമ്പോൾ, നമ്മൾ സിനിമയെ സംബന്ധിച്ച് പറയുമ്പോൾ ആർട്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും ഈ ഒരു യുഗത്തിൽ പോലും നമ്മളോട് പലരും ചോദിക്കുന്നത് അത് നിങ്ങൾ തെർമോക്കൂളിലാണോ വെച്ചത്, അല്ലെങ്കിൽ അതൊരു കുറ്റമായിട്ടല്ല, മീൻസ് അത്തരത്തിൽ പോലും ആർട്ട് ഡയറക്ഷനെ അതിൻ്റെ ഡീറ്റെയിൽ അറിയാത്തൊരു ഇത്. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ എത്തിപ്പെടുന്നത്. അപ്പോൾ നമ്മളൊരു സെറ്റ് ചെയ്യുമ്പോൾ ആ സെറ്റ് എങ്ങനെയായിരിക്കണം, അതിൻ്റെ കളർ പാലറ്റ്, അല്ലെങ്കിൽ എന്തായിരിക്കണം അവിടുത്തെ ലൈറ്റ് പാലറ്റ്, ലൈറ്റിൻ്റെ ടോൺ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഏറ്റവും സൈഡ് നമ്മൾ ആ ഫസ്റ്റ് സിനിമയിൽ അതിനെക്കുറിച്ചൊന്നും മനസ്സിലായിട്ടില്ല. നമ്മൾ അതിൻ്റെ കൂടെ അങ്ങനെ ഒരു അങ്ങനെ ഒഴുക്കിനനുസരിച്ച് പോകാമെന്നല്ലാതെ നമുക്കതിൽ അങ്ങനെ പോയി നമുക്ക് പിന്നീടാണ് ഇന്നതാണ് ഫ്രെയിം, ഇന്നതാണ് സാധനം എന്ന് പഠിക്കുന്ന സത്യത്തിൽ ആ ഒരു സിനിമയിൽ തന്നെയാണ്. കാരണം മുഴുവനായിട്ട് പഠിച്ചെന്നല്ല, മീൻസ് അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു സിനിമ.